നമസ്കാരം. ചാനൽ 91 ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. LDF സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷ പരിപാടികൾ വിപുലമായി ആഘോഷിക്കും. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷ പരിപാടികൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടത്തുവാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലം മുതൽ ജില്ലാ സ്ഥാപനം വരെയും വിപുലമായ പരിപാടികൾ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. ഏപ്രിൽ 21 കാസർഗോഡ് നിന്ന് ആരംഭിച്ച് മെയ് 21 തിരുവനന്തപുരത്ത് സമാപിക്കുന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ പരിപാടികൾ. വിവിധ ആനുകൂല്യങ്ങൾ ലഭിച്ച ഗുണഭോക്താക്കളുടെയും പ്രമുഖ വ്യക്തികളുടെയും യോഗം സംഘടിപ്പിക്കും. സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളും നേട്ടങ്ങളും അവതരിപ്പിക്കുന്ന ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ജില്ലാതല പ്രദർശന വിപണന മേളകളും ഉണ്ടാകും. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന കോടി അർച്ചന മാർച്ച് 17 മുതൽ ഏപ്രിൽ 13 വരെയും വടക്ക് പുറത്തുപാട്ട് ഏപ്രിൽ 2 മുതൽ ഏപ്രിൽ 13 വരെയും നടക്കും. ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പ്രത്യേക മണ്ഡപത്തിൽ തന്ത്രിമാരായ ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരിയുടെയും കിഴക്കിനിയടത്ത് മേക്കാട്ട് മാധവൻ നമ്പൂതിരിയുടെയും പ്രധാന കാർമ്മികത്വത്തിലാണ് കോടി അർച്ചന ആരംഭിച്ചത്. ഊരായ്മക്കാരുടെ കാലത്ത് വൈക്കം ദേശത്ത് പകർച്ചവ്യാധി പടർന്നു പിടിച്ചു. ദൈവജ്ഞരുടെ നിർദ്ദേശപ്രകാരം കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോയി ഭജനമിരുന്ന് ദുരിതങ്ങൾ അകന്നുവെന്നാണ് ഐതിഹ്യം. തുടർന്നാണ് വടക്കുപുറത്ത് ഭദ്രകാളിക്കായി നടത്തുവാൻ തീരുമാനിച്ചത്. 3.5 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് വിരാമം കുറിച്ച് തൃപ്പൂണിത്തുറ പൂത്തോട്ട റോഡിൽ വീണ്ടും സർവേ കല്ലുകൾ സ്ഥാപിച്ചു. ഈ കല്ലുകൾക്ക് പഴയ കല്ലുകളുടെ അവസ്ഥ ഉണ്ടാവുകയില്ലെന്ന് നാട്ടുകാർ പ്രതീക്ഷിക്കുന്നു. കേരളത്തിലെ പ്രധാന സംസ്ഥാന പാതയുടെ ഭാഗമായ ഈ റോഡ് വികസനം 3 പതിറ്റാണ്ട് മുമ്പ് വിഭാവനം ചെയ്തതാണ്. കിഫ്ബിയുടെ ഫണ്ട് അനുവദിച്ചുവെങ്കിലും റോഡിന്റെ അലൈൻമെന്റിന് ചില മാറ്റങ്ങൾ വേണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് ബസ് ബേകൾക്ക് സ്ഥലം കണ്ടെത്തിയാണ് പുതിയ സർവേ നടത്തിയത്. ഇനിയും ഈ അലൈൻമെന്റ് പ്രകാരമുള്ള എസ്റ്റിമേറ്റ് ഉണ്ടാകണമെന്നും ഇനിയുള്ള പ്രവർത്തനങ്ങൾ കാലതാമസമില്ലാതെ നടത്തണമെന്നും പദ്ധതി തുടങ്ങുവാൻ ഇനിയും ആവശ്യമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്കായി സർക്കാർ നടത്തിയ ചർച്ച പരാജയം. ഓണറേറിയം ഉൾപ്പെടെ ഒരാവശ്യവും അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായില്ലെന്ന് ചർച്ചയ്ക്ക് ശേഷം കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് മിനി പറഞ്ഞു. മുൻ നിശ്ചയിച്ച പ്രകാരം വ്യാഴാഴ്ച മുതൽ നിരാഹാര സമരം തുടരുമെന്നും ആശാ വർക്കർമാർ അറിയിച്ചു. നാഷണൽ ഹെൽത്ത് മിഷൻ കേരള ഘടകത്തിന്റെ ഓഫീസിലാണ് ചർച്ച നടന്നത്. സമരം തുടങ്ങി 38ാം ദിവസം പിന്നിടുമ്പോഴാണ് ചർച്ചയ്ക്ക് വിളിക്കുന്നത്. നിരാഹാരം അടക്കമുള്ള സമരത്തിലേക്ക് പോകുമെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് സർക്കാർ ഇടപെട്ടത്. സർക്കാരിന് പണമില്ലെന്നും സമയം കൊടുക്കണമെന്നും NHM പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ചർച്ച ചെയ്യാൻ തയ്യാറായില്ല. 62 വയസ്സ് വിരമിക്കൽ ഉത്തരവ് മരവിപ്പിച്ചതായി ആവർത്തിച്ചു. ശുഭപ്രതീക്ഷയോടെയാണ് ചർച്ചയ്ക്ക് വന്നതെന്ന് വിധിപ്പിക്കൊണ്ട് ആശാ വർക്കർമാർ പറഞ്ഞു. ഇതോടെ ചാനൽ 91 ന്യൂസ് അപ്ഡേറ്റ്സ് സമാപിച്ചു. നമസ്കാരം.